നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അഭിലാഷും നമ്മുടെ ജിഷനുമായിട്ട് മുട്ടനടി. അടിയെന്ന് പറഞ്ഞാൽ കയ്യാങ്കളി വരെയായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുന്തലായി ഒക്കെ ആയിട്ടുണ്ട്. സംഭവം ഒരു കോഫി പൗഡറിന്റെ കേസിന് ഇരുന്ന കോഫി പൗഡർ കാണാനില്ല. അത് ഈ പറയുന്ന ജിഷൻ എടുത്ത് ഒളിച്ചു വെച്ചു എന്നാണ് അഭിലാഷ് പറയുന്നത്. അഭിലാഷ് പറഞ്ഞ് ജിഷൻ പറയുന്നു ഞാനല്ല എന്ന് പറയുന്നു. അപ്പൊ ജിഷന്റെ മുഖത്തൊരു ചിരിയുണ്ട്. ആ ചിരി കണ്ടിട്ട് അഭിലാഷ് എന്ത് ചെയ്യുന്നുണ്ട്, നീ എന്തെന്താ ചിരിക്കണ എന്ന് പറഞ്ഞുകൊണ്ട് കയർക്കുന്നു. അപ്പോൾ ജിഷൻ വന്ന് കൈ ചൂണ്ടി സംസാരിക്കുന്നു. നീ എന്തിന് കൈ ചൂണ്ടി സംസാരിക്കുന്നു പറഞ്ഞാൽ ആദ്യം പിടിച്ച് തള്ളുന്നത് അഭിലാഷാണ്. അങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൻ അടിയായി. അപ്പൊ എന്തായാലും ആദ്യം പിന്നീട് ബിഗ് ബോസ് വിളിച്ചു. ആദ്യം നമുക്ക് ഒരു അടി നമുക്ക് ഇവിടെ കാണാം, കണ്ടു നോക്ക്. സംഭവം കണ്ടല്ലോ, ഇതാണ് അടി. നല്ലൊരു ഫൈറ്റ് ആണ്. ഇതിനിടയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് നിങ്ങൾ രണ്ടും മാറി നിൽക്കാൻ പറയുന്നു. മാറി നിൽക്കാൻ പറഞ്ഞതിന് ശേഷം അവര് വീണ്ടും അടി പിന്നീട് ഇങ്ങനെ തുടരുന്നുണ്ട്. അപ്പൊ വീണ്ടും ബിഗ് ബോസ് എന്ത് രണ്ടുപേരെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുമ്പോഴാണ് സത്യം തിരിച്ചറിയുന്നത് ഇവര് പ്രാങ്ക് ചെയ്തതായിരുന്നു എന്നുള്ളതാണ്. അതായത് ബിഗ് ബോസിനെ വരെ പറ്റിച്ചുകൊണ്ട് പ്രാങ്ക്. ബിഗ് ബോസ് പറയുന്നത് ഞാൻ എന്തൊരു ഒരു അവധി ദിവസം എനിക്കൊന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ, ഞാനും കൂടി അറിഞ്ഞില്ല, ഞാൻ ഇപ്പൊ കണ്ടതേ ഉള്ളൂ, കണ്ടപ്പോൾ നിങ്ങൾ രണ്ടും കൊടുത്ത് അടി കൂടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് എന്ന് ബിഗ് ബോസ്. സത്യം പറഞ്ഞാൽ അതൊരു പ്രാങ്ക് ആയിരുന്നു. അനുമോള്, അഭിലാഷ്, ഈ പറയുന്ന നമ്മുടെ ജിഷൻ ഇവരൊക്കെ ചേർന്നുകൊണ്ട് നടത്തിയ ഒനി, ഇവർക്ക് 4 മാത്രമേ അറിയാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു പ്രാങ്ക്. ബാക്കിയുള്ളവരൊക്കെ അക്ബർ ഉൾപ്പെടെ ഉള്ളവർ അതിൽ പെട്ടിരിക്കുകയാണ്. പിന്നെ ബിഗ് ബോസിന്റെ അടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട് നമ്മളിത് കണ്ടിന്യൂ ചെയ്യട്ടെ ചോദിക്കുമ്പോൾ കണ്ടിന്യൂ ചെയ്തോ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇത് വലിയൊരു അടിയിലേക്ക് പോകാതെയും അതുപോലെ മറ്റുള്ളവർ ഇതിൽ ഇൻവോൾവ് ആയി അവർ ഇനി ഒരു ഫൈറ്റിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറയുക. അവർ വീണ്ടും പുറത്തിറങ്ങി വന്ന് എന്ത് ചെയ്തു, വീണ്ടും ഈ ഒരു ഫൈറ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും വന്ന് ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തുന്നുണ്ട്. അതുവരെ ഞാൻ കണ്ടു. അതിനുശേഷമാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. അതിനുശേഷം എന്താണ് ബിഗ് ബോസ് പറയുന്നത് അറിഞ്ഞുകൂടാ. എന്തായാലും അഭിലാഷ് ഇന്ന് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് അഭിലാഷിന്റെ വക ഒരു കണ്ടന്റ് കൂടി നമുക്ക് കിട്ടി. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.